നിങ്ങൾ എല്ലാവർക്കും സാദരം സർവാംഗ നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെയാണ് ഓരോ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് പ്രതിസ്പന്ദനം ഉണ്ടാകുന്നത്. അതായത് പ്രതികരണം എന്ന് പറഞ്ഞാൽ പ്രതിചേഷ്ട, പ്രതിസ്പന്ദനം എന്ന് പറഞ്ഞാൽ റെസ്പോൺസ്. ഇപ്പം എന്തെങ്കിലും ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. പ്രതിസ്പന്ദനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ സംഗതികളെ കൈകാര്യം ചെയ്യുക. പ്രതിചേഷ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം, ചേഷ്ട. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സംഗതിയാണ് കർമ്മം. എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും കിട്ടൂ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് അറിയാതെ തന്നെ ചേഷ്ടകൾ ചെയ്തു പോകാറുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ പ്രതിചേഷ്ടകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നു വരുമ്പോൾ, റിയാക്ഷൻസ് ഉണർന്നു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടി അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കടവന്ത്രയ്ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ദൂരെ ഒരു വളവിൻ്റെ അവിടെ നിന്ന് ഒരാളിങ്ങനെ കുടിച്ച് ബോധമില്ലാതെ റോഡിൽ കൂടി ഒരു വശത്ത് നിന്ന് ഈ വശത്ത് വരും, പിന്നെ അങ്ങേ വശത്ത് പോകുമ്പോൾ പുള്ളിയുടെ കാലുറയ്ക്കുന്നില്ല. അതുകൊണ്ട് കാല് പോകുന്നിടത്ത് പുള്ളി അങ്ങ് പോവുകയാണ്. അങ്ങേപ്പുറത്തോട്ട് പോകും, ഇങ്ങേപ്പുറത്തോട്ട് വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് ദൂരെ നിന്ന് ഇവിടെ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി എൻ്റെ വീടിൻ്റെ വാതിക്കൽ തന്നെ നിന്നു. വണ്ടികളാണെങ്കിൽ ഒരുപാട് പോകുന്നുമുണ്ട്. വല്ലതിൻ്റെ ഇടയ്ക്ക് കയറി വരുമോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ വലിയ പ്രശ്നമായിരിക്കും, റോഡിൽ ഒരുപാട് ട്രാഫിക് ഉണ്ട്, ഒരു വഴിക്കൂടെ പോകുന്നതായിരിക്കും നല്ലത്, ഒരു ഭാഗത്തൂടെ പോകുന്നതായിരിക്കും നല്ലത്, സൂക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം അവിടെ കാലുറയ്ക്കുന്നെങ്കിൽ ഇല്ലെങ്കിലും അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ ആരാടാ? ഈ റോഡ് നിന്റെ സന്തതയാണോടാ? നീ എന്നെ എവിടെ കൊണ്ടുവിടൂടാ എന്ന് പറഞ്ഞിട്ട് കുറേ തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാത്ത തെറികളാണ് പറയുന്നത്. എനിക്ക് ചിന്തിക്കാനൊന്നും സമയം കിട്ടില്ല. ഞാൻ എൻ്റെ ഇടത്തേ കൊണ്ട് കേട്ടി അവൻ്റെ കോളറിന് പിടിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഇടത് കൈ കൊണ്ട് എൻ്റെ ഇടത് കൈയിൽ പേറി പിടിച്ചു, മുറുക്കി പിടിച്ചു. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരട്ടി കൊടുക്കണമെന്ന് വിചാരിച്ച് വലത് കണ്ട് ഞാനിങ്ങനെ അട്ടിക്കാനായിട്ട് ഓങ്ങി നിൽക്കുമ്പോൾ ഈ മാന്യദേഹം വന്ന വഴിയിൽ കൂടി തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങോട്ട് കടന്നു വന്നു. ഈ സീൻ കണ്ടുകൊണ്ട് അങ്ങേരങ്ങ് ചിരിച്ചു. എന്താണ് ഇയാൾ കാണിക്കാൻ പോകുന്നത്? അങ്ങ് ചിരിച്ചു. ഞാനും അങ്ങ് ചിരിച്ചു കഴിഞ്ഞപ്പം ഈ മോനോട് ഞാൻ പറഞ്ഞു, മോനെ സൂക്ഷിച്ചു പോകണം, ഒരുപാട് വണ്ടികളൊക്കെ ഉള്ളതാണ്, സൂക്ഷിച്ചു പോകണേ എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിലാക്കി ഇങ്ങനെ ഒരു വശത്തൂടെ പോകണേന്നൊക്കെ, വലത്ത് വശത്തൂടെ പോകണേ, പെയ്യെ പോകണേന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വിട്ടു. അപ്പോൾ ആദ്യം എന്നിലുണ്ടായ ഭാവം എന്ന് പറയുന്നത്, എന്തെങ്കിലും യൂണിറ്റൊന്ന് പിന്നെ എന്നെ പറഞ്ഞ് തെറിക്കൊരട്ടി കൊടുക്കണം. അത് പ്രതിചേഷ്ടയായിരുന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ്, നടപ്പാകുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതൻ എന്നെ കണ്ടു, ചിരിച്ചു. ഒരു ചിരിയിലെ കാര്യം ഒതുങ്ങി. ഞാൻ ഇദ്ദേഹത്തിനെ അടിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത് കൈ കൊണ്ട് എന്നെ പിടിച്ചിട്ടുണ്ട്. കാലാണെങ്കിൽ ഈ ആളിൻ്റെ ഉറയ്ക്കുന്നില്ല, അദ്ദേഹം താഴെ വീഴും,
താഴെ വീഴുമ്പോൾ എന്നെ പിടിച്ചുകൊണ്ടേ താഴെ വീഴത്തുള്ളൂ, റോഡിലേക്കേ വീഴുള്ളൂ. വീണാൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഞങ്ങളുടെ കൈക്കോ കാലിനോ എവിടെയെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒടിയാൻ സാധ്യതയുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഞാനിങ്ങനെ അടികൂടുമ്പോൾ പിടിച്ചു മാറ്റാനായിട്ട് എൻ്റെ സ്നേഹിതൻ വന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റാനായിട്ട് കയറുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും താഴെ പോകുന്നത്. ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ കയ്യോ കാലോ ഒടിയേണ്ട സംഗതിയാണത്. ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചതെന്താണ്? ഒരു ചിരി. ഒരു ചിരിയിൽ ഈ ഉണ്ടാകാമായിരുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അപ്പോൾ ആ പ്രതിസ്പന്ദനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ കൂടി നമ്മൾ മറ്റുള്ളവരോടുകൂടി ഇടപെടുക. നമ്മളുടെ ഉള്ള ചേഷ്ടകളെല്ലാം തന്നെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഈ മാനിഫെസ്റ്റേഷൻ്റെ ശരിയായ മലയാളം വാക്കെനിക്ക് അറിഞ്ഞുകൂടാ. ഈ മാനിഫെസ്റ്റേഷൻ സ്നേഹത്തിലാണേലും വഴക്കിലാണേലും അല്ലെങ്കിൽ അസൂയയിലാണെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കലാണെങ്കിലും എന്താണേലും ഇത് നമ്മളുടെ സ്വഭാവത്തിൽ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ സമയത്തെ ഹൃദയത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിരിക്കും. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവനുള്ള ആ പ്രതികരണ വൈശിഷ്ട്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളതനുസരിച്ചാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? മറ്റുള്ളവരെന്നിൽ എന്ത് തരം മാനിഫെസ്റ്റേഷൻസ് ആണ് കാണുന്നത്? എന്നെ മറ്റുള്ളവർ വിധി എഴുതുന്നത് എന്നിൽ നിന്നുണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസ് കണ്ടുകൊണ്ടല്ലേ? അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ നിലയ്ക്ക് നിർത്തുന്നതിനും നമുക്ക് സാധിക്കണം. ഈ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം.